സൂര്യരശ്മി പതിക്കുമ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മഞ്ഞണിഞ്ഞ കൊടുമുടികളാണ് സോനാമാർഗിലെ കാഴ്ചകളുടെ സൗന്ദര്യം. പുൽമേടുകൾക്ക് നടുവിലെ കല്ലുപാകിയ ഒറ്റയടിപ്പാത താണ്ടി താജിവാസ് ഹിമാനി കണ്ട് മഞ്ഞിൻ പാളികളിലൂടെയുള്ള സാഹസികമായ പരമ്പരാഗത സ്കേറ്റിംഗിലും പങ്കാളിയായി മാതൃഭൂമി യാത്ര തുടരുകയാണ്. ജമ്മുവും കാശ്മീരും പിന്നിട്ട് ലേ ലഡാക്കിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക്. ഈ വഴിയിലും കാഴ്ചകൾ ഏറെയുണ്ട്. പക്ഷേ കണ്ണിന് കുളിർമയേകുന്നതെന്നും നയനാഭിരാമം എന്നൊക്കെയുള്ള സ്ഥിരം പദാവലികൾ ഞങ്ങൾ ഈ അധ്യായത്തിൽ ഉപേക്ഷിക്കുകയാണ്. കാരണം ഇനി യാത്ര ഓർമ്മകളിൽ ഇപ്പോഴും വെടിയൊച്ച മുഴങ്ങുന്ന കാർഗിലിലേക്കാണ്. ഒരു നടുക്കത്തോടെ ഇന്ത്യ ഇന്നും കേൾക്കുന്ന ആ പേരിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക്. ശ്രീനഗറിൽ നിന്ന് 200 കിലോമീറ്ററും സോനാമാർഗിൽ നിന്ന് 120 കിലോമീറ്ററും അകലെയാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഈ മനോഹരമായ മലയോര പട്ടണം. കാർഗിലിലേക്കുള്ള ഏക സഞ്ചാരപാത ദേശീയപാത 1D ആണ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് പട്ടാള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ റോഡാണിത്. ഇപ്പോഴും പട്ടാള വണ്ടികളുടെ വലിയ നിര ഈ വഴിയിൽ കാണാം. റോഡിനിരുപുറവും ഉയർന്ന മലനിരകൾ. ഓരോ ബറ്റാലിയനായാണ് പട്ടാള വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ 40ഓളം വാഹനങ്ങൾ ഉണ്ടാകും ഒരു ബറ്റാലിയനിൽ. പട്ടാള വാഹനങ്ങൾക്കും സഞ്ചാരികൾക്കും സംരക്ഷണം ഒരുക്കി നിറതോക്കുമായി ജാഗരൂകരായ ഇന്ത്യൻ ജവാന്മാർ ഈ റോഡിലൂടെ ഇടതടവില്ലാതെ കാൽനടയായും സഞ്ചരിക്കുന്നു. ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് റോഡിന്റെ ചുമതലക്കാർ. ദേശീയപാതയാണെങ്കിലും ശ്രീനഗർ ലേ റോഡിലെ അതികഠിനമായ ഭാഗങ്ങളിലൊന്നാണിത്. ചരക്ക് കയറ്റി പോകുന്ന ലോറികൾ ഇതുവഴി ധാരാളമായി കടന്നുപോകുന്നു. അതിനിടയിലൂടെ സർവീസ് ബസ്സുകളും കടന്നുപോകുന്നുണ്ട്. ഉയരം കൂടിയ പ്രദേശങ്ങളായതിനാൽ ലഡാക്കിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നത് ഒരു കാലത്ത് അപ്രായോഗികമായിരുന്നു. അതിനുള്ള പരിഹാരമായാണ് ഈ ദേശീയപാത നിർമ്മിച്ചത്. നിരന്തരമായി മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകുന്ന വഴിയാണിത്. ഒരു വശം മലയും മറുവശം അഗാധമായ കൊക്കയും. ഇതിനിടയിലൂടെയാണ് വീതി കുറഞ്ഞ ദുർഘടപാത കടന്നുപോകുന്നത്. ഏത് നിമിഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ പലയിടത്തും ഗതാഗതക്കുരുക്കും പതിവാണ്. അമർനാഥ് തീർത്ഥാടകരുടെ സുരു താഴ്വരയിലെ ബേസ് ക്യാമ്പായ ബാൽതാൽ ഈ വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാസ് മേഖലയും ഇവിടെ നിന്ന് തുടങ്ങുന്നു. ഗേറ്റ്വേ ഓഫ് ലഡാക്ക് എന്നും അറിയപ്പെടുന്ന ദ്രാസ് സൈബീരിയ കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3280 മീറ്റർ ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധ് നദീതീരത്തെ വിശാലമായ മണൽപ്പരപ്പിൽ 100 കണക്കിന് ടെന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അകലെ നിന്നു നോക്കുമ്പോൾ ആകർഷകമായ കാഴ്ചയാണ്. പല വർണ്ണങ്ങളിലുള്ള ടെന്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സ്ഥലവും ഇവിടെയുണ്ട്. ട്രക്കിങ്ങിൽ താൽപ്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് അമർനാഥിലേക്ക് യാത്ര ആരംഭിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 5200 മീറ്റർ ഉയരത്തിലുള്ള പാതയിലൂടെ കാൽനടയായി വേണം അമർനാഥിലെത്താൻ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ഹെലികോപ്റ്റർ സർവീസുമുണ്ട്. തീർത്ഥാടകരെയും വഹിച്ച് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകൾ ഇതുവഴി ചുറ്റിപ്പറക്കുന്നു. വീണ്ടും ദുർഘടപാതയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ യാത്ര
പ്രകൃതി രമണീയതയിലേക്ക് പ്രവേശിക്കും. ലഡാക്ക് പ്രവിശ്യയുടെ തുടക്കം ഇവിടെ നിന്നാണ്. താരതമ്യേന മെച്ചപ്പെട്ട റോഡാണ് ഇതുവഴി കടന്നുപോകുന്നത്. ചുറ്റിനും കീഴ്ക്കാംതൂക്കായ മലകളില്ലാത്തതിനാൽ പ്രകൃതിക്ഷോഭത്തിന്റെ കെടുതികൾ ഇവിടെ റോഡിനെ കാര്യമായി ബാധിക്കാറില്ല. മഞ്ഞുപാളികൾ വെട്ടിമാറ്റി ഉണ്ടാക്കിയ റോഡ്. തണുപ്പുകാലത്ത് മഞ്ഞ് വീണ് ഈ വഴി പൂർണ്ണമായും അടഞ്ഞുപോകും. ഘനീഭവിച്ച മഞ്ഞുപാളികൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് ഉത്ഭവിക്കുന്ന ചെറിയ നീരൊഴുക്കുകൾ, തരിശായി കിടക്കുന്ന മലനിരകൾ. വഴിയിലുടനീളം ചെമ്മരിയാട്ടിൻ പറ്റത്തെ ധാരാളമായി കാണാം. പലപ്പോഴും വാഹനഗതാഗതത്തിന് ഇവ തടസ്സമുണ്ടാക്കാറുണ്ട്. കാർഗിലിലേക്കുള്ള യാത്രക്കിടയിൽ മനസ്സിനെ തണുപ്പിക്കുന്നത് ഇതൊക്കെയാണ്. കാർഗിലിൽ എത്തുന്നതിന് 62 കിലോമീറ്റർ മുൻപ് ദ്രാസിലാണ് 1999 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം നടന്നത്. ഇന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞു. ഓപ്പറേഷൻ വിജയ് എന്ന കാർഗിൽ യുദ്ധം. ഇന്ത്യക്ക് നഷ്ടമായത് 527 ധീര ജവാന്മാരുടെ ജീവൻ. അവരുടെ സ്മരണയ്ക്കായി 2004 നവംബർ 9 തുറന്നതാണ് ദ്രാസ് യുദ്ധസ്മാരകം. നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ടൈഗർ ഹില്ലിലാണ് ഈ സ്ഥലം. റോഡിൽ നിന്ന് സ്മാരകത്തിലേക്കുള്ള പാതയുടെ ഇരുവശത്തുമായി ഇന്ത്യയുടെ ദേശീയ പതാകകൾ പാറിക്കളിക്കുന്നു. പാതയോരത്ത് ഒരിടത്ത് 2 പീരങ്കികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1971 യുദ്ധത്തിലും പിന്നീട് കാർഗിൽ യുദ്ധത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഈ പീരങ്കികൾ ഭാരം കുറഞ്ഞവയും വളരെ വേഗത്തിൽ പല ഭാഗങ്ങളായി വേർതിരിച്ചെടുക്കാവുന്നവയുമാണ്. മലമുകളിലെ പോരാട്ട സ്ഥലങ്ങളിലേക്ക് പാർട്സുകളായി ഹെലികോപ്റ്ററിലും മറ്റും എത്തിച്ച് അവിടെ വെച്ച് കൂട്ടിച്ചേർത്താണ് ഇവ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്. സ്മാരകത്തിന് സമീപത്തായി നിർമ്മിച്ചിട്ടുള്ള ഹെലിപാഡ് വീരചക്ര നേടിയ വിജയന്ത് താപ്പറുടെ പേരിലുള്ളതാണ്. കാർഗിൽ യുദ്ധത്തിൽ ഒരു രാത്രി നീണ്ട ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പോസ്റ്റുകളിലൊന്ന് തകർക്കുകയും ആ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തയാളാണ് കേണൽ വിജയന്ത് താപ്പർ. സ്മാരകത്തിന്റെ പ്രധാന ഭാഗത്ത് അമർ ജ്യോതി കെടാതെ കത്തിനിൽക്കുന്നു. യുദ്ധത്തിൽ മരിച്ച മുഴുവൻ ഇന്ത്യൻ ജവാന്മാരുടെയും പേരും മറ്റു വിവരങ്ങളും ചെമ്പുതകിടിൽ കൊത്തിവെച്ചിട്ടുണ്ട്. जय हिंद। शहीदों की चिताओं पर लगेंगे हर वर्ष मेले वतन. സഞ്ചാരികൾക്ക് മുന്നിൽ പട്ടാളച്ചിട്ടയോടെ ഒരു ജവാൻ കാർഗിൽ യുദ്ധത്തെപ്പറ്റി വിവരിക്കുന്നു. 1999 മെയ് മാസം മുതൽ ജൂലൈ വരെ 3 മാസമായിരുന്നു കാർഗിലിൽ വെടിയൊച്ച മുഴങ്ങിയത്. പിന്നിൽ കാണുന്ന ടോലോലിംഗ് മലകളുടെ മുകളിൽ പാകിസ്ഥാൻ പട്ടാളവും മുജാഹിദുകളും തമ്പടിച്ചിരുന്നു. നിയന്ത്രണ രേഖയിൽ നിന്ന് 12 കിലോമീറ്റർ ഇന്ത്യയിലേക്ക് കടന്നു കയറി വലിയ ബങ്കറുകളും പോസ്റ്റുകളും സ്ഥാപിച്ച് അവർ താവളമുറപ്പിച്ചു. ടോലോലോങ് മല മുതൽ ടൈഗർ ഹിൽസ് വരെ നീണ്ടുകിടക്കുന്ന പർവ്വത പ്രദേശങ്ങൾ കയ്യേറിയ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ലക്ഷ്യം താഴ്വരയിലെ കാർഗിൽ പട്ടണം പിടിച്ചെടുക്കുകയായിരുന്നു. നുഴഞ്ഞുകയറ്റത്തിന് പാകിസ്ഥാൻ ഇട്ട രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ബാദർ. താഴെ നിന്ന് മലമുകളിലെ ശത്രുപാളയത്തിലേക്ക് ആക്രമണം നടത്തുക ഇന്ത്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു.
പാകിസ്ഥാനാകട്ടെ ഇന്ത്യൻ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നത് വളരെ എളുപ്പം. വായുസേനയുടെ പിൻബലത്തോടെ ഇന്ത്യൻ കരസേന നടത്തിയ പ്രത്യാക്രമണം നിയന്ത്രണ രേഖയ്ക്ക് പിന്നിലേക്ക് പിന്മാറാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കി. യുദ്ധത്തിന്റെ അന്ത്യത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തെ പൂർണ്ണമായും തുരത്തി മേൽക്കൈ നേടിയ ഇന്ത്യൻ പട്ടാളം നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാതിരുന്നത് ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തി. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുഭാഗത്തു നിന്നുമായി 1200ഓളം സൈനികർക്കാണ് കാർഗിൽ യുദ്ധത്തിൽ ജീവഹാനി സംഭവിച്ചത്. അന്ന് ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ തന്ത്രപ്രധാനമായ ഒട്ടനവധി ഭൂപ്രദേശങ്ങളും ഇവിടേക്കുള്ള ഏക സഞ്ചാരപാതയും പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാവുകയും ലേ പട്ടണം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുമായിരുന്നു. ഇന്ത്യയിലെ 2 പ്രധാന ഹിമാലയൻ പട്ടണങ്ങളിലെ ആളുകൾ മുഴുവൻ ബന്ദികളാക്കപ്പെടുമായിരുന്നു. പോരാട്ടം അവസാനിച്ച ജൂലൈ 26 ഇന്ത്യയിൽ കാർഗിൽ വിജയ ദിവസമായി ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട്. സ്മാരകത്തിന് തൊട്ടടുത്തായി മനോജ് പാണ്ഡെ ഗ്യാലറി കാണാം.